All right. Thank you so much for joining today's session. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് വിചാരിക്കുന്നു. നമുക്കിന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ നമുക്ക് എടുക്കാം എന്നുള്ള പ്രതീക്ഷയിൽ വന്നതാണ്. നിങ്ങളെല്ലാവരും നല്ല റെഡി ആയിട്ടിരിക്കുക. ഓക്കെ. പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ലൈഫിൽ റിസ്ക് ടേക്കിങ്ങിന്റെ പ്രാധാന്യം. വി ഹാവ് ടു ടേക്ക് റിസ്ക് ടു ഗ്രോ. മുന്നോട്ട് വളരാനും ഉയരാനും നമുക്ക് റിസ്ക് എടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ. പല ആൾക്കാരുടെയും ലൈഫിൽ അവര് കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ പെട്ടുപോയിരിക്കും. എന്താണ് കംഫർട്ട് സോൺ? കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ, റിസ്ക് എടുക്കാതെ, അടുത്ത ലെവലിലേക്ക് പോകാതെ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്ത്, ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്ത് നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് മാത്രം ജീവിച്ച് പോകുന്നു. കംഫർട്ടബിൾ എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നതാണ്, ആക്ച്വലി കംഫർട്ടബിൾ അല്ല. റിസ്ക് എടുക്കേണ്ട സമയത്ത് റിസ്ക് എടുക്കാതെ, വലുതായി ചിന്തിക്കേണ്ട സമയത്ത് വലുതായി ചിന്തിക്കാതെ, ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് അത് എടുക്കാതെ, ചലഞ്ച് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു കംഫർട്ടബിൾ ലൈഫ്, ഇത് മതി, ഇങ്ങനെ പോയാൽ മതി, ഇത്ര പോയാൽ മതി. ആൻഡ് ടൈം ഗോസ് ബൈ. ഇവിടെ എത്ര പേര് ഒരു 25 വയസ്സിന് താഴെയുള്ളവരുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് കമന്റ് ആവും. 25 വയസ്സിന് താഴെയുള്ളവർ ജസ്റ്റ് കമന്റ്. ഓക്കെ. ഒന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ചെയ്യും. ആകെ ഇവിടെ ഒരാളെ ഉള്ളൂ 25 വയസ്സിന് താഴെ. ഓക്കെ. വേറെ ആരുമില്ല. ബാക്കിയുള്ളവർക്കും എന്താ വെച്ചാൽ ഓക്കെ. 30 വയസ്സിന് താഴെയുള്ളവരൊന്ന് കമന്റ് ചെയ്ത് ജസ്റ്റ് കമന്റ് ആവും. 30 വയസ്സിന് താഴെയുള്ളവർ ജസ്റ്റ് കമന്റ് ആവും. വേറെ രസമുണ്ട്, ഇവിടെ വയസ്സ് ചോദിക്കാൻ പാടില്ല, ബാക്കിയൊന്നും ചോദിക്കാം. അതാണ് സംഗതി. പല ആൾക്കാരും എന്താ വെച്ചാൽ പക്ഷെ 25 വയസ്സൊക്കെ എന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ, എന്നാലും കള പറയാനും വയ്യ, സത്യം പറയാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ചില ആൾക്കാർ. ഓക്കെ. ഇവിടെ 35 വയസ്സിന് താഴെയുള്ളവർ എത്ര പേരുണ്ട്? ജസ്റ്റ് കമന്റ് ആവും. 35 വയസ്സിന് താഴെയുള്ളവർ, ഇത് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് കമന്റ് ആവും. മീ എന്ന് കമന്റ് ചെയ്താൽ മതി. മീ ശ്രീഷ്മ പറയുന്നു. ഓക്കെ. മീ. ഓക്കെ. ഫഹീമ. ഓക്കെ. മീ. ഓക്കെ. വേറെ ആരൊക്കെയുള്ളത്? 3 പേരേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, വളരെ കുറവാണ്. 40 വയസ്സിന് താഴെയുള്ളവർ എത്ര പേരുണ്ട്? 40 വയസ്സ്. ഓക്കെ. 40 വയസ്സിന് താഴെയുള്ളവരാണ് കൂടുതൽ. ഓക്കെ. 40 വയസ്സിന് താഴെ കൂടുതൽ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ. ഒരു 45 വയസ്സിന് താഴെയുള്ളവർ നോക്കാം. ഓക്കെ. 50-ന് താഴെയുള്ളവരുണ്ട്. 50 എന്ന് പറയുമ്പം 50-ന് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-ഉം 45-ന്റെ ഇടയിൽ കേട്ടോ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടെ ഈ പഠിക്കാൻ വന്നിരിക്കുന്നതിൽ 50-ന്റെയും 35-ന്റെയും ഇടയിലുള്ളവരാണ് കൂടുതൽ. എന്തുകൊണ്ടെന്നറിയാം? റിസ്ക് എടുക്കേണ്ട സമയത്ത് റിസ്ക് എടുക്കാതെ, ലൈഫിന്റെ ഒരു പോയിന്റ് എത്തി സ്ട്രഗിൾ അനുഭവിച്ചു, പ്രയാസങ്ങൾ അനുഭവിക്കപ്പെട്ടു, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെട്ടു, തിരിച്ചറിവുണ്ടാവുകയാണ്. ഞാൻ മാറണം, ഞാൻ പഠിക്കണം, ഞാൻ കംഫർട്ട് സോണിൽ ആകാൻ പാടില്ലായിരുന്നു. ശരിയാണോ? ഇവിടെ വന്നിരിക്കുമ്പോൾ പലർക്കും ഒരു ചിന്ത ഉണ്ടോ? ഇത് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അറിയണമായിരുന്നു എന്നൊരു തോന്നലുണ്ടോ? ശരിയല്ലേ?
യെസ്, യെസ് എന്ന് കമന്റ് ചെയ്ത് യെസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. യെസ് എന്ന് പറഞ്ഞു. യെസ്. ആ തിരിച്ചറിവ് വരാൻ അത്രയും സമയമെടുത്തു. അതായത് ആ തിരിച്ചറിവാണ് റിസ്ക് എടുക്കൽ. ആ തിരിച്ചറിവ് ഉണ്ടാകാതെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു പൊങ്ങുതടിയെ പോലെ നമ്മളിങ്ങനെ ഒഴുകി ഒഴുകി ഫുഡ് കിട്ടുന്നുണ്ട്, താമസിക്കാൻ ഒരിടമുണ്ട്, കുഴപ്പമില്ല, കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലാകുന്നത് ലൈഫ് തീരുവാണ്, മക്കൾ വലുതാവുകയാണ്, എൻ്റെ കാലം കഴിയുകയാണ്, ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോഴേക്കും തീർന്നു പോയി തുടങ്ങിയാണ്. സമയം തീർന്നു പോയിക്കൊണ്ടിരിക്കുക. സോ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, റിസ്ക് എന്ന് പറയുന്നത് നേരത്തെ തുടങ്ങുക എന്നുള്ളത് റിസ്ക് എടുക്കലാണ്. പഠിക്കാൻ ഒരുങ്ങൽ റിസ്ക് എടുക്കലാണ്. ഒരു തീരുമാനം എടുക്കലാണ്. റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയല്ല. തീരുമാനങ്ങൾ എടുത്ത് തുടങ്ങലാണ്. നിങ്ങൾ നിങ്ങളുടെ സമാധാനം റിസ്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ചില തീരുമാനങ്ങളിൽ നിങ്ങൾ ആകെ ചെയ്യുന്നത് നിങ്ങളുടെ സമാധാനമാണ് റിസ്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചു നേരം ആ സമാധാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയമുണ്ട്. അത് ചെറുപ്പകാലത്ത് എന്ന് വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഇത് മനുഷ്യന്റെ ഒരു പാറ്റേൺ ആണ്. സുഖം കിട്ടുന്ന സമയത്ത് അതിന്റെ പിന്നാലെ എങ്ങനെ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ 90% ആൾക്കാരും കളിച്ചു നടക്കുന്നു, ഉഴപ്പുന്നു, സംഗതികൾ പോകുന്നു. ആകെ ഒരു 10%, 5% പഠിപ്പിസ്റ്റുകളുള്ളൂ. നന്നായിട്ട് പഠിച്ച് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കാണുന്നവർ അല്ലേ. അപ്പോൾ വളരെയധികം ഉഴപ്പുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ലൈഫിലാണെന്നുണ്ടെങ്കിലും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു പാറ്റേൺ ആയിട്ട് ഡെവലപ്പ് ആയത് കാണാം. പിന്നീട് ലൈഫിൽ വന്നപ്പോഴും കാര്യങ്ങളൊക്കെ വളരെ സില്ലി ആയിട്ട്, വളരെ സിമ്പിളായിട്ട് എടുത്ത് പോകുന്ന ആൾക്കാരെ കാണാം. നമ്മൾ എപ്പോഴും സീരിയസ് ആവണം എന്നല്ല ഞാൻ പറയുന്നത്. സീരിയസ്നെസ് വേണം, എൻജോയ്മെന്റ് വേണം, രണ്ടും വേണം, ബാലൻസ്ഡ് ആവണം. സീരിയസ്നെസ് ഇല്ലാതെ, കുറച്ചുകൂടെ സൂക്ഷ്മതയില്ലാതെ, റിസ്ക് എടുക്കാനുള്ളൊരു മനോഭാവം ഇല്ലാതെ, പഠിക്കേണ്ട സമയത്ത് ആ ഒരു കുറച്ചുകൂടെ കാര്യപ്രാപ്തിയോട് കൂടി ചിന്തിക്കാൻ നമുക്ക് ബുദ്ധി വെക്കുമ്പോഴാണ് ചിന്ത വന്നു തുടങ്ങുന്നത്. എപ്പോഴാണ് ബുദ്ധി വെച്ചത്? ഒരു 10-35 വയസ്സാവുമ്പോഴാണ് നമുക്ക് തെളിഞ്ഞു തുടങ്ങുന്നത്. ചിലർക്കത് 40 വയസ്സിലാണ്, അല്ലേ? അപ്പോഴാണ് നമുക്ക് എന്ത് വെച്ചാൽ ബോധം വന്നു തുടങ്ങുന്നത്. അപ്പോഴേക്കും എന്തായി? നമ്മുടെ ആരോഗ്യം തീർന്നു, പിന്നെ അസുഖങ്ങളായി, ബുദ്ധിമുട്ടുകളായി. ഇതെല്ലാം കൂടെ പിന്നെ ബാലൻസ് ചെയ്യേണ്ട പണിയാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ സംഗതി നമുക്ക് കത്തിയപ്പോഴേക്കും 30 കഴിഞ്ഞു, 35 കഴിഞ്ഞു, 40 ആവാനായി എന്ന് പറയുന്ന സുഹൃത്തുക്കളുണ്ട്. അത് അങ്ങനെയാണ് ലൈഫിൽ. നമ്മൾ എപ്പോഴും എന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ തിരിച്ചറിയുന്നത് മുന്നോട്ട് പോകുമ്പോഴാണ്. പക്ഷേ പണം സമ്പാദിക്കാനുള്ള ആവശ്യകതയും അവസരവും മുൻപിൽ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ അത് സമ്പാദിക്കാനുള്ള ബോധം വരുന്നത് ഒരു 30, 40. കാരണം അത് അപ്പോഴാണ് അത്യാവശ്യമായി മാറുന്നത്. എപ്പോഴാണ് ഒരു വീട് വെക്കൽ അത്യാവശ്യമായി മാറുന്നത്? എപ്പോഴാണ് മക്കൾക്കൊരു നല്ല ലൈക്ക് സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് അത്യാവശ്യമായി മാറുന്നത്? അപ്പോഴാണ്. എപ്പോഴാണോ നമുക്ക് അത് കഴിഞ്ഞ് ഇങ്ങനെ കുറെ പൈസയൊക്കെ ഉണ്ടാക്കി 40-ാമത്തെ വയസ്സിൽ, 45-ാമത്തെ വയസ്സിൽ കുറെ അധ്വാനിച്ച് പൈസയൊക്കെ ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ കഴിയുമ്പോൾ അതൊരു 50-60 ഒക്കെ എത്തുമ്പോഴേക്കും പിന്നെ നമ്മുടെ ചിന്ത ഒരു 10-15 വർഷം കൊണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കും. അങ്ങനെ പണമൊക്കെ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പിന്നീടാണ് ചിന്ത വരുന്നത്, ഇതിലൊന്നും അല്ല കാര്യം. അടുത്ത റിയലൈസേഷൻ വരികയാണ്, അടുത്ത സത്യം ബോധ്യപ്പെടുകയാണ്. സമയത്ത് വെച്ചാൽ ബന്ധങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ബന്ധങ്ങളാണ്, സ്നേഹമാണ്. സത്യം പറഞ്ഞാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എൻജോയ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഹാപ്പിനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഓരോ പ്രായത്തിൽ നമുക്ക് ഇതിന് ഓരോന്നിനോട് ഓരോ സമയത്ത് ആ ആവശ്യം, അല്ലെങ്കിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം, നമ്മുടെ ശരീരത്തിന് ആവശ്യം തോന്നുന്ന സംഗതികളായിട്ട്. ഇപ്പോൾ പ്രായം കൂടുമ്പോൾ എന്തുകൊണ്ടാണ്? ഒറ്റപ്പെടുമോ എന്നുള്ള പേടിയാണ്. അതുകൊണ്ടാണ് ബന്ധങ്ങളോട് വല്ലാണ്ട് താല്പര്യം. നമ്മൾ ഒറ്റപ്പെട്ടു പോകും, നമ്മളെ ആർക്കും വേണ്ട, നമുക്ക് നമുക്ക് അനങ്ങാൻ കഴിയില്ല. 60 വയസ്സായി തുടങ്ങിയാൽ നമുക്ക് മൂവ് ചെയ്യാൻ സഹായിക്കാൻ ആൾക്കാർ വേണം.
നമ്മളോട് ചർച്ച ചെയ്യാൻ ആൾക്കാരില്ല. പഴയ ആളായി നമ്മൾ. നമ്മളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ സംഗതികൾ ചർച്ച ചെയ്യാനോ സംഗതികൾക്കോ ആൾക്കാർ കുറവാണ്. കാരണം നമ്മൾ പഴയ തലമുറക്കാരനായി. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ബന്ധങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പം നമ്മുടെ അവസ്ഥകളാണ് അപ്പം ഇത് ഓരോ ഘട്ടത്തിൽ എത്തിയിട്ടല്ല തിരിച്ചറിയേണ്ടത്. നല്ല കാലത്ത് നന്നായിട്ട് വഴക്കും പ്രശ്നങ്ങളുമായിട്ട് ഈ പറഞ്ഞതുപോലെ ആരോടും നല്ല രീതിയിൽ നിൽക്കാതെ വാശിയും കാണിച്ച് നടന്ന്, ആരും വേണ്ട ഞാൻ മതി എന്നുള്ള രീതിയിൽ മാത്രം നടന്ന് മറ്റുള്ളവരെ പരിഗണിക്കാതെ സൗഹൃദങ്ങളെ വിലമതിക്കാതെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഒറ്റപ്പെട്ടു. മക്കളെ നോക്കേണ്ട രീതിയിൽ നോക്കാതെ, പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യാതെ, മക്കളുടെ ഉള്ളിൽ ഭയങ്കര വിഷമം സങ്കടം ഉണ്ടായി കഴിഞ്ഞാൽ മക്കൾ കുറച്ച് കഴിഞ്ഞാൽ അവർ കണക്ഷൻ ഇല്ലാതായി പോകും. ആ മക്കൾ നമ്മൾ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യാതെ വരും. ഇത് നമ്മളെപ്പോഴും ഒരു ബാലൻസ്ഡ് തിങ്കിങ്ങിൽ നിന്നുകൊണ്ട് തിങ്ക് ചെയ്ത് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്തു പോകണം. റിസ്ക് എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിവിടെ പറയാൻ കാരണം, ലൈഫിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തിയിട്ട് കുറച്ചുകൂടെ ഒരു ആവശ്യം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സമ്പത്തുണ്ടാക്കേണ്ട സമയത്ത് സമ്പത്തിന് പ്രാധാന്യം കൊടുക്കണം. സമ്പത്തുണ്ടാക്കാൻ ഞാൻ റിസ്ക് എടുക്കണം. നമ്മുടെ ജീവിത നിലവാരം ഉയരാത്തതിൻ്റെ ഒരു കാര്യം, ജീവിത നിലവാരത്തിൽ നമ്മൾ നമ്മളുടെ അറിവ് വളരെയധികം പൂവറായിട്ടുള്ള നോളജാണ് നമുക്കുള്ളത്. വളരെ മോശം നോളജാണ്, അല്ലെങ്കിൽ വളരെ മോശം എന്ന് പറയുന്നില്ല, പരിമിതമായ നോളജുകളാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. സാധാരണക്കാരനായിട്ട് തുടരുന്നത് പരിമിതമായ അറിവ് മാത്രമുള്ളതുകൊണ്ട്. പണം സമ്പാദിക്കാനുള്ള അറിവ്, ഏറ്റവും മികച്ച രീതിയിൽ പണം സമ്പാദിക്കാനുള്ള ഒരു അറിവ് എവിടെ കിട്ടും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ കൊടുക്കണം. ഏറ്റവും മികച്ച അറിവ് എവിടെ നിന്നാണ് കിട്ടുക? എവിടെ നിന്ന് കിട്ടും? ആ അറിവ് നമുക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, സമ്പന്നരായിട്ടുള്ള വിജയിച്ചിട്ടുള്ള ആൾക്കാരുടെ നിന്ന് പഠിക്കുകയും വേണം. എവിടെയാണ്, ഏത് ബിസിനസ്സിലാണ്, അപ്പോൾ നമ്മൾ ഏത് ബിസിനസ്സിലാണ് പണം കിടക്കുന്നത്, പണം ഉണ്ടാക്കണമെങ്കിൽ പണം കിട്ടുന്ന ബിസിനസ് തന്നെ ചെയ്യണം. ഏത് ബിസിനസ്സും എടുത്തിട്ട് അതിനെ പണത്തിലേക്ക് എത്തിക്കാം എന്നുള്ളത് ചിലപ്പോൾ നമ്മൾക്കൊരു ആഗ്രഹവും സ്വപ്നവും സംഗതികളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റി വെച്ച് റിസ്ക് എടുക്കേണ്ടി വരും. സംടൈംസ് വി ടേക്ക് എ റിസ്ക് ഓഫ് സാക്രിഫൈസിങ്. നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. ലൈഫ് ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൾസോ സാക്രിഫൈസ്. എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നത് പോലെ തന്നെ എന്തെനിക്ക് വേണ്ട, എന്തിനോട് ഞാൻ നോ പറയുന്നു എന്നുള്ള തീരുമാനമെടുക്കലാണ് റിസ്ക് ടേക്കിംഗ്. എനിക്ക് എന്ത് വേണ്ട, എനിക്ക് ഇന്ന രീതിയിലുള്ള സംഗതികൾ എനിക്ക് ഇനി വേണ്ട, ഞാൻ ഒരിക്കലും ഇനി ലൈക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കില്ല, ഇനി ഞാൻ ഒരിക്കലും എൻ്റെ പണം ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കില്ല. എന്ത് വേണ്ട എന്ന് വെക്കണം. നമ്മുടെ സുഖമിൽ നമുക്കൊരു ഒരു പേടിയുണ്ട്. നമ്മുടെ അധികം ആൾക്കാരും സ്റ്റക്കായി നിൽക്കുന്ന, റിസ്ക് ടേക്കിങ്ങിന് ഏറ്റവും ആൾക്കാരും പേടിപ്പെടുന്ന കാര്യം എന്താണ്? ഇനി എൻ്റെ ലൈഫ് എന്താകും എന്നുള്ള പേടി. ഇപ്പൊ പോകുന്ന ഒരു സംഗതിയിൽ ഒരു വലിയൊരു മാറ്റം വരുമ്പോൾ ഒരു ഭയം വരും. അപ്പൊ നമുക്കൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഭയപ്പെടുന്ന സമയത്ത് എല്ലാവരും ഭയപ്പെടുന്ന സമയത്ത് നമ്മൾ ധൈര്യശാലികളായിരിക്കണം എന്ന് പറയാം. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ ആവാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കാം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. എന്തെനിക്ക് ഇവിടുന്ന് പഠിക്കാനുണ്ട് എന്ന് ആലോചിക്കുക, എന്തെനിക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്, എന്ത് ഞാൻ കറക്റ്റ് ചെയ്യണം, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകണം എന്ന ചിന്തകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ചേഞ്ചിന് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ ഒരു മാറ്റം വരാൻ പോകണം നിങ്ങളുടെ ലൈഫ്. യെസ്, ചില മാറ്റങ്ങൾ ഞാൻ വരുത്തേണ്ടതുണ്ട് എന്ന റിയാലിറ്റി ഞാൻ മനസ്സിലാക്കുന്നു, എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഈ പ്രയാസം വന്നതുകൊണ്ട്, ഈ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട്, ഈ കഷ്ടപ്പാട് വന്നതുകൊണ്ട് there are good things, good changes is going to come to my life. എൻ്റെ ലൈഫിൽ വലിയ ചേഞ്ചുകൾ വരാൻ പോകുന്നു എന്ന ചിന്ത നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ 3 തരത്തിലുള്ള രീതിയിലുള്ള ചിന്താഗതികളുണ്ട്. ഒന്ന്,
പോസിറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്. എല്ലാം തീർന്നു, ഇനി എല്ലാം കഴിഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ ദുരന്തം സംഭവിച്ചു, പ്രശ്നങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി, ഒരു അസുഖം വന്നു, എല്ലാം തീർന്നു, ഇനിയൊന്നും നടക്കില്ല എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നു. ഇനിയൊന്നും നടക്കില്ല, എല്ലാം തീർന്നു. അപ്പൊ കൂടുതൽ നിങ്ങൾ അത് ചിന്തിക്കും തോറും നിങ്ങൾക്ക് എന്ത് വരും? എനിക്ക് അത് നഷ്ടപ്പെട്ടില്ല, ഇത് നഷ്ടപ്പെട്ടില്ല, അങ്ങനെ ആയില്ലേ, ഇങ്ങനെ ആയില്ലേ, ഞാൻ എന്ത് മണ്ടത്തുര കാണിച്ചു, ഞാൻ എന്തൊരവസ്ഥ. ഇങ്ങനത്തെ ചിന്തകൾ വരും കേട്ടോ. ഈ ചിന്തകളെ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല കുറച്ചു നേരത്തേക്ക്. ഈ ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ്, അത് ഫീൽ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അപ്പൊ നിങ്ങൾ പറയേണ്ടത് ഇറ്റ്സ് ഓക്കെ. ഈ ഒരു ഫീലിംഗ് വരുന്നത് സ്വാഭാവികമാണ്, ഇറ്റ്സ് ഓക്കെ. കാരണം അതിനതിൻ്റെ കാരണങ്ങളുണ്ടല്ലോ. അതൊരു ട്രോമയുടെ ഭാഗം, അല്ലെങ്കിൽ ഈ പരാജയം സംഭവിച്ചതിൻ്റെ, ഈ നഷ്ടം സംഭവിച്ചതിൻ്റെ, ഈ ഒരു ചതിയിൽപ്പെട്ടതിൻ്റെ, അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ടതിൻ്റെ, ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ട് നമ്മളിൽ അത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാവും. ദാറ്റ്സ് ഓക്കെ. അങ്ങനെ ഫീൽ ചെയ്യുന്നത് നോർമലാണ്. ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. വലിയൊരു ചതിയുടെ ഭാഗമായിട്ട് പല സംഗതികളും നഷ്ടപ്പെട്ടുള്ള സിറ്റുവേഷൻസ് എനിക്കുണ്ടായിട്ട്, കിട്ടിയ അവസരം മുതലെടുത്തിട്ട് വലിയൊരു, അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് പലർക്കും ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളോട്, അപ്പൊ നമുക്ക് സങ്കടം വരും, വിഷമം വരും, പ്രയാസം വരും, ബുദ്ധിമുട്ട് വരും, ദിവസങ്ങളോളം നമുക്ക് കരച്ചിൽ വരും, നമുക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, നമുക്ക് എന്താ ചിന്തിക്കേണ്ടതെന്ന് അറിയില്ല, നമ്മളാകെ ഷോക്കായി പോകും. ഇറ്റ്സ് നോർമൽ. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കണക്ട് വിത്ത് ദ റൈറ്റ് ഫ്രണ്ട്സ്. നല്ല സുഹൃത്തുക്കളുമായിട്ട് കണക്ട് ചെയ്യണം. നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളുമായിട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് അവരോട് സംസാരിക്കണം. നല്ല മനസ്സുള്ള നല്ല സഹോദരങ്ങളാവാം. കണക്ട് വിത്ത് പീപ്പിൾ. ആ നേരത്തെ ഒറ്റയ്ക്ക് ഇരിക്കരുത്. എനിക്കാരും വേണ്ട, ആരും ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. ഇറ്റ് വിൽ എഫക്ട് യു മെന്റലിയിലേക്ക്. നിങ്ങൾ കൂടുതൽ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക്, ബുദ്ധിമുട്ടിലേക്ക് പോകാൻ. സോ ദാറ്റ് ടൈം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു റിസ്ക് എടുത്തിട്ട് പ്രതിസന്ധി വരികയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നിട്ട് നിങ്ങൾക്കത് റിസ്ക് ആയി മാറിയിട്ടുണ്ട് എങ്കിൽ, ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗെറ്റ് ഹെൽപ്പ്, ഗെറ്റ് സപ്പോർട്ട്. ആ നേരത്തെ നിങ്ങളുടെ ഈഗോ മാറ്റി വയ്ക്കുക. മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? ഗെറ്റ് ഹെൽപ്പ്. ഡൗൺ ടു എർത്ത് ആവുക. ബി ഡൗൺ ടു എർത്ത്. ചിലപ്പോ നമ്മുടെ അഹങ്കാരം കുറയാനായിരിക്കാം പ്രശ്നം വന്നത്. ചിലപ്പോ നമുക്ക് ആ ചതി കിട്ടിയത്, ആ പണി കിട്ടിയത് നല്ലതിനായിരിക്കും. നമ്മളൊന്ന് മാറണം. നമ്മുടെ ശ്രദ്ധയില്ലായ്മയ്ക്ക് കിട്ടിയ അടിയായിരിക്കാം, നമ്മുടെ സൂക്ഷ്മതയില്ലായ്മയ്ക്ക് കിട്ടിയ അടിയായിരിക്കാം. ശരിയാണോ? സോ ഇറ്റ്സ് ഓക്കെ, ഗോ ത്രൂ ദാറ്റ്. വല്ലാണ്ട് പെയിനിലൂടെ കടന്നുപോയി, വല്ലാണ്ട് ബുദ്ധിമുട്ട്, ശരിക്കും ഉറക്കം നഷ്ടപ്പെട്ട് പല ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കും. എത്ര പേർക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്, ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയത്? എന്ന് കമന്റ് ചെയ്ത്. പലരും ഉണ്ടോ അല്ലേ? നീ എന്ന് കമന്റ് ചെയ്തോളൂ. എത്ര പേർക്ക് നമ്മൾ വല്ലാണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് സമാധാനം. പക്ഷെ ആ ഒരു സംഗതിയിൽ നമ്മൾ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. പിടിച്ചു നിൽക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക. നല്ല ഫ്രണ്ട്സ് ആരാന്ന് അപ്പം തിരിച്ചറിയും. നിങ്ങളെ കെയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ആരാന്ന് അപ്പം തിരിച്ചറിയും. വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാനും സംസാരിക്കാനുമുള്ള ആ ആളെ നിങ്ങൾ തിരിച്ചറിയും. മനസ്സിലായോ? ആ ആളെ നിങ്ങൾ തിരിച്ചറിയും. സോ വാട്ട് യു ഷുഡ് ഡു? ഗെറ്റ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. എന്നിട്ട് നിങ്ങൾ ആ പ്രയാസത്തിലൂടെ കടന്നുപോയി അതിൽ നിന്ന് എന്താണ് എനിക്ക് പഠിക്കാനുള്ളതെന്ന് ചോദിക്കണം. ഏത് പ്രതിസന്ധി, ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും എനിക്ക് എന്താണ് പഠിക്കാനുള്ളത്, എനിക്ക് എന്താണ് ഇതിലൂടെ മാറാനുള്ളത്, ഞാൻ എങ്ങനെ മാറാനാണ് ഇത് എന്നെ പ്രേരിപ്പിക്കുന്നത്? നമുക്ക് പല ചിന്തകൾ വരും. ആ ചിന്തകളെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാകുന്നുണ്ട്? അപ്പോ ആ ചിന്തകൾ
അപ്പോൾ വിഷമിക്കേണ്ട സുബേദ മാം. ആ ചിന്തകൾ എന്താണെന്നുണ്ടെങ്കിലും അതെല്ലാം മാറും, റെഡി ആയിട്ട് വരും. എല്ലാം മാറിയിട്ട് എന്താ വെച്ചാൽ റെഡി ആയിട്ട് വരും. അതിനാണ് നമ്മുടെ ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പുകളും സംഗതികളൊക്കെ. ആൻഡ് ദെൻ ഒരു 2 months 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ റെസ്പോൺസിബിൾ ആകണം, റിസ്ക് എടുക്കണം. അവിടെയാണ് യഥാർത്ഥ റിസ്ക് തുടങ്ങുന്നത്. രണ്ടാമത്തെ ഘട്ടം, ആദ്യം ഇറ്റ്സ് ഓക്കെ എന്ന് പറയും, സമാധാനിപ്പിക്കും. എന്നിട്ട് പിന്നീട് നിങ്ങളൊന്ന് ഒന്ന് ഇതിൽ നിന്ന് എന്തൊക്കെ പാഠം ഉൾക്കൊണ്ടു അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഡിസിഷൻസ് വരും, തീരുമാനങ്ങൾ വരും. ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകണം, ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന റിസ്ക്. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്കിപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം മതി, ഈ പ്രോജക്റ്റുകൾ മാത്രം മതി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം മതി. എല്ലാത്തിനോടും നോ പറഞ്ഞിട്ട് യു ടേക്ക് എ റിസ്ക്. യു ടേക്ക് എ നെക്സ്റ്റ് റിസ്ക്. കുറച്ചുകൂടെ കഴിഞ്ഞ പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്തിരുന്നില്ല, പ്ലാൻ ചെയ്തിരുന്നില്ല. സോ യു ടേക്ക് എ കാൽക്കുലേറ്റഡ് റിസ്ക്. ഏറ്റവും ബെസ്റ്റ് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം ആ സമയത്ത് വരുന്ന ചിന്തകളെല്ലാം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്ന എല്ലാ ചിന്തകളും, കാരണം അതൊക്കെയാണ് തിരിച്ചറിവുകൾ. അതെല്ലാം എടുത്തിട്ടും അതെല്ലാം വായിച്ചിട്ടായിരിക്കണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫിൽ അവിടെ ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്സുകളെല്ലാം കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോവുക. ദെൻ യു ടേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്തൊരു സ്റ്റെപ്പ് എടുക്കുക, അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക, ക്ലിയർ ചെയ്യുക, മുന്നോട്ട് പോകും. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. 2 സാധ്യതകളുണ്ട്. ഒരു പ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ട്രോമയുടെ ഭാഗമായിട്ട് ചില ബിലീഫുകൾ കയറി വരും, ലിമിറ്റ് ബിലീഫുകൾ. അപ്പോൾ നിങ്ങൾ അവിടുന്ന് അങ്ങോട്ട് എടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങൾ ലിമിറ്റഡ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കും. ലിമിറ്റഡ് ആയിട്ട് ചിന്തിക്കാതെ എപ്പോഴും ലക്ഷ്യം ഗ്രാൻഡ് ആയിരിക്കണം, വലുതായിരിക്കണം. അത് ഉറപ്പുവരുത്തുക. അതിലേക്കുള്ള മാർഗം സൂക്ഷ്മത നിറഞ്ഞതും ശ്രദ്ധ നിറഞ്ഞതും ആയാൽ മതി. മനസ്സിലായല്ലോ? ഒരിക്കലും എന്താവരുത്, വലിയ സ്വപ്നങ്ങൾ കണ്ട് നടന്ന് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നു, പ്രയാസം വന്നു. ആ പ്രയാസം വന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചു, ഞാൻ വലുതായ സ്വപ്നം കണ്ടതുകൊണ്ടാണ്, അതിനൊന്നും എനിക്ക് അർഹതയില്ല എന്ന് ചിന്തിച്ചു പോകരുത്. അതുകൊണ്ടല്ല, സ്വപ്നം വലുതായത് കൊണ്ടല്ല നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ മാർഗം ശരിയല്ലാത്തത് കൊണ്ടായിരുന്നു. അതിലേക്കുള്ള മാർഗം, അതിലേക്കുള്ള രീതി, അതിലേക്ക് നിങ്ങൾ സ്റ്റെപ്പുകൾ എടുത്തു വെച്ച രീതി കറക്റ്റ് ആയിരുന്നില്ല. നിങ്ങൾ ഒരു 1000 പടികളുള്ള ഒരു സ്റ്റെപ്പ്, അതും കുത്തനെയുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ കയറി മുകളിലേക്ക് എത്താനുള്ള, വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള യാത്ര നിങ്ങൾ നടത്താണ്. താഴെ സ്റ്റെപ്പിൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചു, രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്ത് വെച്ചു. നിങ്ങൾ എന്ത് ചെയ്തു? തുടക്കത്തിൽ തന്നെ അങ്ങോട്ട് ഓടി, വളരെ ശക്തമായിട്ട് അങ്ങ് ഓടി, നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 100 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ എനർജി ഡൗൺ ആയി തുടങ്ങി. 110, 120, 130, 140 ആയപ്പോഴേക്കും ടയേർഡായി. നിങ്ങൾ 150 ആയപ്പോഴേക്കും നിങ്ങൾ ടയേർഡായിട്ട് വീണു, ബോധം പോയി നിങ്ങളുടെ. സ്വാഭാവികമാണ്, നിങ്ങൾ കിതച്ച് വീണു. പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് അങ്ങോട്ട് ഓടാൻ പോലും കഴിയും. അതൊരു മാർഗത്തിന്റെ പ്രശ്നമാണ്. ആ വലിയ ലക്ഷ്യം നിങ്ങൾ നേടേണ്ടത് സൂക്ഷ്മതയോട് കൂടിയിട്ട് ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്ഷീണവും ഇല്ലാതെ 1000 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ ലക്ഷ്യത്തിലേക്ക്, ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. കുറച്ച് ദൂരം പോകണം, വേഗത്തിലോടാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മതി, നിങ്ങൾ തന്നെ ഓടാം. പക്ഷേ ഒരുപാട് ദൂരം പോകണം, ഉയരങ്ങളിലേക്ക് പോകണം, സാവധാനം പോവുക. ഒരു കൂട്ടം ആളുടെ സഹായത്തോടു കൂടി പോവുക. എപ്പോഴും ക്ഷീണിച്ചു കഴിഞ്ഞാൽ വെള്ളം തരാൻ, സപ്പോർട്ട് ചെയ്യാൻ, കൈപിടിക്കാൻ. അപ്പോൾ നിങ്ങൾ അവിടെ എത്താം. അവർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ. നിങ്ങൾ ടയർഡ് ആകുമ്പോൾ സാരമില്ല, വാ, കാലുകൾ വേദനിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ, വാ, മുന്നോട്ട് പോകാം എന്ന് പറയുന്ന. സോ റിസ്ക് എടുക്കുന്ന സമയത്ത് ഓൾവേസ് ലൈക്ക് നോ റിസ്ക്, ടേക്ക് റിസ്ക് ഇൻ ദ റൈറ്റ് വേ. സ്ലോ ഈസ് ന്യൂ ഫാസ്റ്റ്. സാവധാനമായാലും അതിന് നല്ല വേഗതയുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ലക്ഷ്യം വളരെ വലുതാണ്. ടൈം എടുത്ത് സാവധാനം ചെയ്താൽ മതി. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് റഷ്. ഓക്കെ, ആ ലെവലിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ കാര്യങ്ങൾ ചെയ്ത് റിസ്ക് എടുക്കുക. നമ്മൾ റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചാടി കയറിയിട്ട് പോയിട്ട് മണി ചെയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ആലോചിക്കാത്ത കാര്യങ്ങൾ ചെയ്യലോ അല്ല. ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ, അതാണ് റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ചെയ്യലല്ല റിസ്ക് ടേക്കിംഗ്, വേഗത്തിൽ ചെയ്യലല്ല റിസ്ക് ടേക്കിംഗ്.
ശരിയായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുക, അത് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുക. സാവധാനത്തിലായിക്കോട്ടെ, പക്ഷെ വലുത് മികച്ചത് ലഭിക്കണം എന്നുള്ള ചിന്തയിൽ പോകും. വേഗത്തിൽ ചിന്തകൾ ഇല്ലേ, മനസ്സിലാകുന്നുണ്ടോ? മറ്റു പലതും കാണുമ്പോൾ നമ്മൾ കണ്ണ് മഞ്ഞളിച്ച് പോകും. ശരിയായ വ്യക്തികളോട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിസ്ക് ടേക്കിൽ നമ്മളെപ്പോഴും ശരിയായതാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ അധികം ആൾക്കാരുടെയും പ്രശ്നം ശരിയല്ല, നമ്മൾ കാണുന്നതെല്ലാം ഓക്കെ എന്നാൽ അതും ട്രൈ ചെയ്ത് നോക്കാം, ഇതും ട്രൈ ചെയ്ത് നോക്കാം, എതിലെങ്കിലും രക്ഷപ്പെടും. അങ്ങനെ റിസ്ക് ടേക്കിംഗ് ഉണ്ട്, എതിലെങ്കിലും കൂടെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്നു. നമ്മുടെ ലൈഫിൽ അത്യാവശ്യം പാഠം പഠിച്ചു, നമുക്ക് ഇന്ന തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ ബിസിനസ് ചെയ്യുന്നതാണ്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം, മനസ്സിലാക്കിയെടുക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണം. സോ ഈ ഒരു മെസ്സേജാണ് എനിക്കിന്ന് പറയാനുള്ളത്. ടേക്ക് റിസ്ക് ഇൻ ദ റൈറ്റ് വേ. സ്ലോ ഈസ് ന്യൂ ഫാസ്റ്റ്, ലെസ് ഈസ് മോർ. കുറച്ച് മതി, അതാണ് കൂടുതൽ. കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് മതി, കുറച്ച് നല്ല കസ്റ്റമേഴ്സ് മതി, കുറച്ച് മതി. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ നിങ്ങളെ സേഫ്റ്റിയിലേക്ക് നൽകും. ഇപ്പോൾ 1% ക്ലബ് എന്ന് പറയുന്ന ക്ലബുണ്ട്, അത് കുറച്ച് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. അതിന് പേര് തന്നെ 1%. മൊത്തം നമ്മുടെ ക്ലയൻസിലെ 1% അതിലേക്ക് വരുള്ളൂ. ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരിൽ നിന്ന് ചെറിയൊരു ശതമാനം ആൾക്കാരെ വരുള്ളൂ. അതെന്തുകൊണ്ടാണ്? ആ 1% ക്ലബിൽ എന്ന് വെച്ചാൽ പണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്, സമ്പത്ത് ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. അവിടെ ആ 1% റൈറ്റ് ആയിട്ട് റിസ്ക് എടുക്കാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ വളരെ സ്ലോ ആയിട്ട് അവർ ടോപ്പിക്കിനെ ഇപ്പോൾ ഏകദേശം 7 സെഷൻസ് എടുത്തു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളത്. വളരെ സ്ലോ ആയിട്ടാണ്, വളരെ ഡെപ്തിൽ പോയിട്ടാണ് പഠിപ്പിക്കുന്നത്. ബിക്കോസ് അങ്ങനെ പഠിച്ച് കറക്റ്റായിട്ട് അവരുടെ ആ ഒരു ഏരിയ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അവർ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യണം. സോ വെൻ ദേ ഡു ദാറ്റ്, ദേ ആർ ഗോയിങ് ടു ഗെറ്റ് കറക്റ്റായിട്ടുള്ള റിസ്കുകൾ എടുക്കാനുള്ള അനാലിസിസ്, എന്തൊക്കെ ശ്രദ്ധിക്കണം, കാര്യങ്ങൾ സംഗതികളെല്ലാം. 1% ക്ലബ്ബാണ് പ്രോഗ്രാമിൻ്റെ പേര്. അതിൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ, നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾ വളരുക. രണ്ടാമത്തതെന്ന് പറയുന്നത് ആ മേഖലയിലൂടെ വലിയ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആ മേഖലയിൽ തന്നെ ആവണമെന്നില്ല, അത് നിങ്ങൾക്ക് വലിയ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സമൂഹത്തിന് നല്ല സേവനങ്ങൾ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങളുടെ മേഖലയിൽ, കരിയറിലും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒരു വലിയ ഉയർച്ച ഉണ്ടാക്കിയെടുക്കണം. അതിന് ചിന്തിക്കേണ്ട രീതികളുണ്ട്. നമ്മുടെ ട്രോമയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഹാവ് എ ബിഗ് വിഷൻ. ആ ബിഗ് വിഷനിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ യു ക്രിയേറ്റ് പ്രോജക്ട്സ്, നല്ല ഗ്രോത്തിന് സഹായിക്കാവുന്ന രീതിയിലുള്ള പ്രോജക്ട്സുകൾ ഉണ്ടാക്കുക. ആ പ്രോജക്ട്സുകളിലൂടെ അതിലേക്ക് വേണ്ട റിസ്കുകൾ എടുക്കുക. അത് റൈറ്റ് ആയിട്ടുള്ള കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് പഠിക്കണം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് പ്രോജക്ട്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യക്തമായിട്ടുള്ള പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്ലാൻസ് ഇരുന്ന് അതിന് വേണ്ട സ്ട്രാറ്റജീസ്, ടീമിനെ എങ്ങനെ സെറ്റ് ചെയ്യണം, കാര്യങ്ങൾ ഓരോന്നും എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ ക്ലാരിറ്റിയിൽ നിന്ന് വീണ്ടും ക്ലാരിറ്റിയിലേക്ക്, ഫോക്കസിലേക്ക് പോയി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ അതിൽ? നമ്മൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും കൂടെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഇസ് ദർ എനിബഡി? ആരെങ്കിലും ഉണ്ടോ അവിടെ? എനിവൺ? ഐ ഡോണ്ട് തിങ്ക് ഇവിടെ ഇന്നാരും വന്നിട്ടില്ല തോന്നുന്നു. അവർക്ക് ഇന്ന് സെഷൻ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. മോർണിംഗിൽ സെഷൻ ഉള്ളത് കൊണ്ട് അവർക്ക് 7:30 സെഷൻ ഉണ്ട്. ആഴ്ചയിൽ 2 ദിവസമാണ് നമുക്ക് അതിൻ്റെ ക്ലാസ് നടക്കുന്നത്. ആ പ്രോഗ്രാം നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, കരിയറിൽ വലിയ ഹ്യൂജ് ഗ്രോത്ത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമാണ്. ഞാൻ ഒരുങ്ങുന്നു. വെരി ഗുഡ് മൈമാപ്പ്. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് വരിക, എത്രയും പെട്ടെന്ന് വരിക. ഒരു 1 ഇയർ സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമാണ്. അതിൽ നമ്മൾ ശരിക്കും ഡെപ്തിൽ ഓരോ കാര്യങ്ങൾ, എൻ്റെ ലൈഫിലുള്ള എല്ലാ നോളജും ഷെയർ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണത്. നിഷ മാം പറയുന്നു മോനുണ്ടെന്ന്. ഓക്കെ, പ്രോഗ്രാമിലേക്ക് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടോ? പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ആ പ്രോഗ്രാമിലേക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വരാം. കുറച്ച് ഫീസ് കൂടുതലുണ്ട്, കാരണം നമുക്ക് ആവശ്യം അത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ തന്നെയാണ്. ബട്ട് വൺസ് യു ടേക്ക് ദാറ്റ് റിസ്ക്, ആ റിസ്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ആ പ്രോഗ്രാമിൽ തന്നെ വീട്ടമ്മമാർ ജോയിൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫീസ് വരുന്നത് കുറച്ച് കൂടുതലാണ്. 1,20,000 രൂപയാണ് ഒരു 1 ഇയറിന് ഫീസ് വരുന്നത്. ഓക്കെ,
പക്ഷേ ആ ഒരു ഫീസ് നിങ്ങൾ മുടക്കുന്നത് കൊണ്ട് ഒരു വർഷം 104ഓളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നുണ്ട്. 52 സെഷൻ ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും അതിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള 52ഓളം റിവ്യൂ സെഷൻസ്. ഈ നമ്മൾ പലപ്പോഴും ക്ലാസ്സുകൾ ആഴ്ച 2 ദിവസമാണ് ക്ലാസ് വരുന്നത്. ഈ ക്ലാസ്സുകൾ നൽകുമ്പോൾ അതിനെ കറക്റ്റായിട്ട് ആൾക്കാർ ഫോളോ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ സ്ലോലിയാണ് ഫോളോ അപ്പ് ചെയ്ത് ഇവരെ കൊണ്ട് എഴുതിപ്പിക്കും. ലൈവായിട്ട് ഇരുന്ന് എഴുതിപ്പിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ എഴുതുമ്പോൾ എന്താ വെച്ചാൽ ഈ ക്ലാരിറ്റിയിലേക്ക് ഇവരിങ്ങോട്ട് വന്ന് ഡെപ്ത് വന്നിട്ട് എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ഇവർ ചെയ്യാൻ തുടങ്ങും. ഇവരുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഈ ഒരു 1% ക്ലബിലായതുകൊണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വേറെയുണ്ട്. അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. പരസ്പരം ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കാൻ മൈൻഡുള്ള, ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റുള്ള, വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് കമ്മ്യൂണിറ്റി ഈസ് റിയലി പവർഫുൾ. അതിലേക്ക് വരാം. പരസ്പരം ഇപ്പം അവർ റീഡിങ് ചാലഞ്ചുകളും സംഗതികളും ഒക്കെ എന്ന് വെച്ചാൽ വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, ഫെൻറ്റാസ്റ്റിക്. ഉമൈബാൻ 10th ഉമൈബാൻ ജോയിൻ ചെയ്യാനുള്ള പ്ലാനിലാണ് അല്ലേ? വെരി ഗുഡ്, ഫെൻറ്റാസ്റ്റിക്. എന്തായാലും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. അതിൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞൊരു 15 വർഷത്തെ എൻ്റെ നോളജ് മുഴുവൻ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ, ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു ട്രെയിനിങ് കരിയറിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു നോളജ് കംപ്ലീറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്ന 2 വിഭാഗം ആൾക്കാരാണ്. ഒന്ന്, കരിയറിൽ ഗ്രോത്ത് സംഗതികൾ വലിയ രീതിയിലേക്ക് സമ്പത്ത് സൃഷ്ടിക്കണമെന്നാണ്. അതേപോലെ തന്നെ ട്രെയിനേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ബിസിനസ് കോച്ചുമാരാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഹ്യൂജ് ലെവലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ട്രെയിനറായിട്ട് മാറി വരാം എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 2 മേഖല എനിക്ക് അറിയുള്ളൂ. ദീസ് ആർ 2 തിങ്സ്. എനിക്ക് കിട്ടുന്ന റൈറ്റ് നോളജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു അവിടെ വരുന്ന എല്ലാവർക്കും കിട്ടുന്ന റൈറ്റ് നോളജ് എല്ലാവരും ഷെയർ ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ഷെയർ ചെയ്യുക, പ്രൊജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക. ആ ഒരു ക്ലബിൽ വരുമ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കും യാത്ര പോകുന്നത്, നമ്മൾ ഒരുമിച്ചായിട്ടും ആയിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ ഒരു ട്രെയിനർ ഗുരു എന്നുള്ള ഡിസ്റ്റൻസിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു സൗഹൃദത്തിൻ്റെ, കുറച്ചുകൂടെ അടുപ്പത്തിൻ്റെ, കുറച്ചുകൂടെ സപ്പോർട്ടിൻ്റെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസും ആൻസറബിൾ ആയിട്ടുള്ള കണക്ഷൻസും സപ്പോർട്ട് അവിടെ ലഭിക്കും. സോ ഇറ്റ് ഈസ് സോ ഗുഡ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് വരാം. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് ആ ഒരു എത്രയും വലിയൊരു എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, അതിന് 3,50,000 രൂപയാണ് അതിൻ്റെ കോഴ്സ് ഫീ, ആക്ച്വൽ ഫീ വരുന്നു. ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് ബാച്ച്, അല്ലെങ്കിൽ ഫസ്റ്റ് ബാച്ച് എന്നുള്ള രീതിയിലല്ല, അതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ലോഞ്ചിങ് എന്നുള്ള രീതിയിൽ തുടക്കത്തിൽ നമ്മൾ ചെറിയൊരു ഫീസ് റിട്ടേൺ ചെയ്യുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തും. ഇതിൻ്റെ വാല്യൂ എത്രത്തോളം എന്നുള്ളത് പങ്കെടുക്കുന്നവർക്ക് അറിയാം. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇഫ് യു ക്യാൻ ഫൈൻഡ് ദ മണി ടു ജോയിൻ, and that's a premium service we are providing, and you will get the right knowledge. നിങ്ങൾ ഇതുവരെ സ്റ്റക്ക് ആയത് ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ പഠിപ്പിക്കുന്നത്. അവിടെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം അവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റില്ല, പ്രശ്നമാവും. ഓക്കെ, അവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റില്ല, ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പറയില്ല. ടോട്ടലി ഡിഫറെൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതെന്താണ് ആ ഡിഫറൻസ് എന്നുള്ളത് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കം ടു ദ പ്രോഗ്രാം ആൻഡ് ഗെറ്റ്. അവിടെ കുറച്ചുകൂടെ എന്താ വെച്ചാൽ ടക്ക് 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 ഫാസ്റ്റായിട്ട് ചേഞ്ച് ആവുന്ന സാധനങ്ങളാണ്. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ റിസ്ക് എടുക്കാനും ഒരുങ്ങിയ മനസ്സുള്ളവർക്ക് മാത്രം ദഹിക്കുന്ന കാര്യങ്ങളാണ്. അതല്ലാത്തവർക്ക് അത് ദഹിക്കില്ല. അതല്ലാത്തവർക്ക് അത് കോൺട്രഡിക്റ്റ് ചെയ്യും. അതല്ലാത്തവരുടെ കയ്യിലേക്ക് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് മനോഭാവമുള്ള, ഇപ്പോൾ അറിവിനെ പറ്റി പറയുമ്പം കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ എന്നാണ്. ഒരു സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് ഒരു നല്ലൊരു അറിവ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനത് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പം നെയ്ക്കഡ് ആയിട്ടുള്ള ചില ട്രൂത്തുകളുണ്ട്, സത്യങ്ങളുണ്ട്, വലിയ സത്യങ്ങളുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, വളരെ സൂക്ഷിച്ചും കണ്ടും പറയേണ്ട കാര്യങ്ങൾ. എല്ലാം ഒന്നും എല്ലായിടത്തും പറയാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? പക്ഷേ 1% ക്ലബിൽ ഇവിടെ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്ന സ്ഥലങ്ങളാണ്. ഇതിൽ ഓൾറെഡി അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസുകൾ നമുക്ക് കേൾക്കാം ഫ്യൂച്ചറിൽ. എന്തായാലും വളരെയധികം സന്തോഷം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾ പങ്കെടുത്തതിന്. നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. സി യു ടുമോറോ. പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെന്ത് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരെന്ത് ചെയ്യുക, നമ്മുടെ മെൻറ്റേഴ്സിനെ, ടീം മെമ്പേഴ്സിനെയൊക്കെ അറിയിക്കുക കേട്ടോ.
താങ്ക് യു. അവർ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പറയുക. എന്താണ് ഈ പ്രോഗ്രാം അറിയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു. സീ യു ടുമോറോ. ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you, sir. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you so much. താങ്ക് യു.